ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓണം എക്സാം ആണ് അല്ലേ? അപ്പോൾ ഓണം എക്സാമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ക്ലാസിഫൈ ആൻഡ് റൈറ്റ് 3 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് urban ആൻഡ് റൂറൽ ഏരിയാസ്. urban ഏരിയാസിൻ്റെയും അതുപോലെ തന്നെ റൂറൽ ഏരിയാസിൻ്റെയും 3 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുക. അപ്പോൾ എന്താ റൂറൽ ഏരിയാസിൻ്റെ നോക്കാം. സ്മോൾ സെറ്റിൽമെൻറ്റ്സ്, സിമ്പിൾ ലൈഫ് സ്റ്റൈൽ, പീസ്ഫുൾ എൻവയോൺമെൻറ്റ്, ലെസ് എക്സ്പെൻസീവ്. അപ്പോൾ എന്താണ് റൂറൽ ഏരിയാസ്? സ്മോൾ സെറ്റിൽമെൻ്റ് ആയിരിക്കും, സിമ്പിൾ ലൈഫ് സ്റ്റൈൽ ആയിരിക്കും, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനപരമായിട്ടുള്ള എൻവയോൺമെൻ്റ് ആയിരിക്കും. പിന്നെ എന്താ ലെസ് എക്സ്പെൻസീവ് ആയിരിക്കും, നല്ല കുറഞ്ഞ ചിലവ് മതി റൂറൽ ഏരിയാസിൽ താമസിക്കാൻ. ഇനി urban ഏരിയാസ് ആണെങ്കിലോ തിക്ലി പോപ്പുലേറ്റഡ്, അതായത് ഒരുപാട് ആൾക്കാരുണ്ടാവും, ബിസി ആൻഡ് മോഡേൺ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ എല്ലാവരും ബിസി ആയിരിക്കും, മാത്രമല്ല കുറച്ച് മോഡേൺ ലൈഫ് സ്റ്റൈൽ ആയിരിക്കും. അവിടെ താമസിക്കാൻ എങ്ങനെയാണ്? മോർ എക്സ്പെൻസീവ് ആണ്. ഓക്കെ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് വൺ അഡ്വാൻറ്റേജസ് ഓഫ് വില്ലേജ് ഓവർ സിറ്റി? ഈ വില്ലേജിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? ദ വില്ലേജസ് ലീവ് വെരി ക്ലോസ്ലി ടുഗെദർ, ദേ ഗേവ് ഇമ്പോർട്ടൻറ്റ് ടു നൈബർഹുഡ് റിലേഷൻഷിപ്സ്. അപ്പോൾ എന്താണ് ഈ വില്ലേജിലുള്ളവർ ഒന്നും കൂടെ ക്ലോസ് ആയിരിക്കും. പിന്നെ എന്താണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും, ഇങ്ങനെ അയൽവാസികൾക്കും ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പീലി ഗേവ് ഡെലീഷ്യസ് ഫുഡ് ടു ഹർ ഫ്രണ്ട്സ് ബിക്കോസ് ഹർ ഫാദർ ഇസ് എ വില്ലേജ് ഫാമർ. സോ വി ഇൻ്റർവ്യൂ പീലീസ് ഫാദർ. പ്രിപ്പയർ എ ക്വസ്റ്റ്യൻ ഫോർ ദാറ്റ്. അപ്പോൾ എന്താണ് പീലി നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് ഫ്രണ്ട്സിനൊക്കെ കൊടുത്തത്. പീലിയുടെ ഫാദർ എന്താണ്? ഒരു ഫാമറാണ്. അപ്പോൾ അതിനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാണ്. വാട്ട് ക്രോപ്സ് ആർ ദർ ഇൻ ദിസ് വില്ലേജ്? ഈ വില്ലേജിൽ എന്തൊക്കെ തരം ക്രോപ്സ് ഉണ്ട്? ഹൗ ഡു യു ഗെറ്റ് സച്ച് ഡെലീഷ്യസ് ഫുഡ്? എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നത്? ഇനി എന്താ ഈസ് ഫാമിംഗ് ഡൺ അലോൺ? ഒറ്റയ്ക്കാണോ ഫാമിംഗ് ചെയ്യുന്നത്? ഹൂ ഈസ് ദർ ടു ഹെൽപ്പ്? സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഈസ് വെജിറ്റേറ്റീവ് ഫാമിംഗ് പ്രോഫിറ്റബിൾ? വെജിറ്റേറ്റീവ് ഫാമിംഗ് പ്രോഫിറ്റബിൾ ആണോ? അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫുഡ് ഈസ് വൺ ഓഫ് ദ എസെൻഷ്യൽ എലമെൻറ്റ് ഫോർ ഹ്യൂമൻ എക്സിസ്റ്റൻസ്. വാട്ട് വാസ് ദ തിങ്സ് യൂസ്ഡ് ആസ് ഫുഡ് ബൈ പ്രിമിറ്റീവ് മാൻ? അപ്പോൾ എന്താണ് പണ്ട് കാലത്ത് പ്രിമിറ്റീവ് മാനൊക്കെ എന്തൊക്കെ തിങ്സ് ആയിരുന്നു ഫുഡിനായിട്ട് എടുത്തിരുന്നത്? ലീവ്സ്, ഫ്രൂട്ട്സ്, ട്യൂബർ, ഗ്രെയിൻസ്. അപ്പോൾ ലീവ്സും ഫ്രൂട്ട്സും ട്യൂബേഴ്സും ഗ്രെയിൻസും ഒക്കെ ആയിരുന്നു. വാട്ട് ഫുഡ് ഡിഡ് ഏർലി ഹ്യൂമൻ ഗെറ്റ് ത്രൂ ഹോണ്ടിങ് ആൻഡ് ഗാദറിങ്? ഹോണ്ടിങ്ങിലൂടെയും ഗാദറിങ്ങിലൂടെയും ഹ്യൂമൻസിന് എങ്ങനത്തെ ഫുഡായിരുന്നു? ഫ്രൂട്ട്സ്, ട്യൂബേഴ്സ്, റൂട്ട്സ്, ലീവ്സ്, എഗ് ആൻഡ് ഷെൽസ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കിട്ടിയിരുന്നത്. ഓവർ എ പീരീഡ് ഓഫ് ടൈം ഹ്യൂമൻ സ്റ്റാർട്ടഡ് ഡൊമസ്റ്റിക്കേറ്റിംഗ് ആനിമൽ ഫോർ ദയർ ഡെയിലി ഫുഡ്. വാട്ട് വർ ദ ഫസ്റ്റ് ആനിമൽസ് ദേ ഡൊമസ്റ്റിക്കേറ്റഡ് ഫോർ ഫുഡ്? അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇവർ മൃഗത്തിനൊക്കെ വളർത്താനായിട്ട് തുടങ്ങി. അപ്പോൾ ആദ്യം ഇവർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തത് ഏതൊക്കെ ആനിമൽസ് ആയിരുന്നു? ഗോട്ട്, അതുപോലെ തന്നെ ഷീപ്പ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് അനിമൽ വാസ് ദ ഫസ്റ്റ് ടു അഡാപ്റ്റ് ടു ഹ്യൂമൻസ്? ആരായിരുന്നു? ഡോഗ്സ് ആയിരുന്നു. ഇനി ഹൗ ഡിഡ് ഏർലി ഹ്യൂമൻസ് സ്റ്റാർട്ട്സ് ഫാമിങ്? എങ്ങനെയാണ് ഏർലി ഹ്യൂമൻസ് ഫാമിങ് സ്റ്റാർട്ട് ചെയ്തത്? ഏർലി ഹ്യൂമൻസ് സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് അഗ്രികൾച്ചർ വെൻ ദേ നോട്ടീസ്ഡ് സീഡ്ലിങ്സ് സ്പ്രോട്ടിങ് ഫ്രം ഡിസ്കാർഡഡ് ഫുഡ് ഐറ്റംസ്. അപ്പോൾ അവർ വലിച്ചെറിഞ്ഞ ഫുഡിൽ നിന്ന് ഇങ്ങനെ പുതിയ ചെടി സ്പ്രോട്ട് ചെയ്യുന്നത് വരുമ്പോഴാണ് ഇവർ അഗ്രികൾച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഇഫ് ദ സീഡ്സ് വർ ലെഫ്റ്റ് ഓൺ ദ rock they dry out. If put in water they would go rotten. However human learned that seeds germinate in moist and warm soil. Thus cultivation of crops started. അപ്പോൾ എന്താണ്
ഇങ്ങനെ ഉണങ്ങിയ ഒരു സ്ഥലത്ത് പിടിച്ചാൽ അത് ഉണങ്ങിപ്പോവും, വെള്ളത്തിലിട്ടാൽ അത് ചീഞ്ഞു പോവും. അപ്പോഴാണ് ഇവരിങ്ങനെ മോയ്സ്റ്റ് ആയിട്ടുള്ള വാം സോയിൽ ഇട്ടുമ്പോൾ ഇത് വളരുന്നത് കണ്ടത്. അങ്ങനെ ഇവർ എന്ത് ചെയ്തു? ഫാമിങ് സ്റ്റാർട്ട് ചെയ്തു. ഇനി എന്താ? വിച്ച് വർ ദ ഫസ്റ്റ് ക്രോപ്സ് കൾട്ടിവേറ്റഡ് ബൈ ഹ്യൂമൻസ് കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ക്രോപ്സ് ഏതൊക്കെയാണ്? വീറ്റ്, ബാർലി, ലിറ്റിൽ മില്ലറ്റ്, ട്യൂബേഴ്സ്. ഇനി എന്താ? മെൻഷൻ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഹാരപ്പൻ കൾച്ചർ. ഹാരപ്പൻ കൾച്ചറിൻ്റെ മെയിൻ ഫീച്ചർ എന്തായിരുന്നു? ഗ്രാനറി. റൈറ്റ്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേണിംഗ് പോയിൻ്റ് ഓഫ് ദ ഹ്യൂമൻ ഹിസ്റ്ററിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേണിംഗ് പോയിൻ്റ് എന്തായിരുന്നു? ഈ വീല് കണ്ടുപിടിച്ചതായിരുന്നു. ഡിസ്കവറി ഓഫ് വീൽസ് ആയിരുന്നു. ഇനി എന്താ? പ്രിപ്പയർ എ നോട്ട് ഓൺ മിശ്രഭോജനത്തിനെ കുറിച്ചിട്ട് ഒരു നോട്ട് തയ്യാറാക്കുക. ഓൺ 29th May 1917 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സഹോദര അയ്യപ്പൻ ആൻഡ് ഇന്റർ ഡൈനിങ് നെയ്മഡ് മിശ്രഭോജൻ വാസ് ഓർഗനൈസ്ഡ് ഇൻ ചേറായ് ഇൻ എറണാകുളം ഡിസ്ട്രിക്റ്റ്. അപ്പോൾ എന്താണ്? മെയ് 29, 1917 സഹോദരൻ അയ്യപ്പൻ്റെ ലീഡർഷിപ്പിൽ എന്താണ്? എല്ലാവരും കൂടെ ഒരു ഡൈനിങ്, എല്ലാവരും കാസ്റ്റും നമ്മുടെ അപ്പറും ലോവറും ഒന്നും നോക്കാണ്ട് എല്ലാവരും ഒരുപോലെ എന്നുള്ള ഒരു ഇതിൽ ഒരു ഡൈനിങ് സംഘടിപ്പിച്ചു. എവിടെയാണ്? എറണാകുളം ഡിസ്ട്രിക്റ്റിലെ ചേറായിൽ വെച്ചിട്ട് ഒരു ഡൈനിങ് സംഘടിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ പേരാണ് എന്ത്? മിശ്രഭോജനം. This protest was held against the denial of the rights of all sections of the people to dine together. അപ്പോൾ എല്ലാ സൊസൈറ്റിയിലെ എല്ലാ സെക്ഷൻ ഓഫ് പീപ്പിളും എന്താ? ഒരുപോലെ ഡൈൻ ചെയ്യുക എന്നായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. This reveals the social inequalities that existed in Kerala. അപ്പോൾ ഇതിലൂടെ എന്താണ്? നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന സോഷ്യൽ ഇനിക്വാലിറ്റീസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാസ്റ്റ് സിസ്റ്റം വാസ് ദ കോസ് ഓഫ് ദിസ് ഇനിക്വാലിറ്റി. അപ്പോൾ ഈ ഇനിക്വാലിറ്റിയുടെ കാരണം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കാസ്റ്റ് സിസ്റ്റം ആയിരുന്നു. ഇനി എന്താ? വാട്ട് ആർ ദ കോസസ് ഓഫ് ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ല, എന്തോ ടൈപ്പ് മിസ്റ്റേക്ക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച്. അതായത് ബാർട്ടർ സിസ്റ്റം എന്താണ്? ബിഫോർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ സിസ്റ്റം ഓഫ് കോയിനേജ് ദർ വാസ് എ പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഗുഡ്സ് വിത്ത് ഈച്ച് അതർ. അപ്പോൾ എന്തായിരുന്നു? ഈ കോയിൻസ് വരുന്നേക്കാൾ മുമ്പ് എന്തായിരുന്നു? ഈ ഗുഡ്സ് വെച്ചിട്ടായിരുന്നു എക്സ്ചേഞ്ച് ചെയ്തത്. അപ്പോൾ ഈ മെത്തേഡിനെ പറയുന്ന പേരാണ് എന്ത്? ബാർട്ടർ സിസ്റ്റം. Such exchanges brought out many changes in society. അപ്പോൾ ഇത്തരം എക്സ്ചേഞ്ചസ് ഒരുപാട് ചേഞ്ചസ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂട്ടുകാർ നോക്കിയിട്ട് വേണം പോവാനായിട്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.